ഇസ്രായേൽ സംയുക്ത ആക്രമണം ആരംഭിച്ച് 5-ാം ദിവസം പിന്നിടുമ്പോൾ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പ്രവാസികൾക്കായി പുതിയ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് മുന്നറിയിപ്പുകൾ നൽകിയത്. ഗൾഫ് മേഖലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം സംഘർഷാവസ്ഥ നിലനിൽക്കുന്നില്ലെങ്കിലും ചില മേഖലകളിൽ ആക്രമണങ്ങൾ നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. എന്നാൽ മറ്റ് സ്ഥലങ്ങളിലെ ജനജീവിതം ഇന്നും സാധാരണ നിലയിലേക്ക് മടങ്ങി വരികയാണ്. അതിനാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാ പ്രവാസികൾ പാലിക്കണമെന്നും പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംഘർഷം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി നിങ്ങളുടെ ഫോണിൽ അടിയന്തര മുന്നറിയിപ്പോ അലേർട്ടോ മെസ്സേജോ അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും ശബ്ദങ്ങളോ വെളിച്ചമോ ഒക്കെ കണ്ടാൽ ദയവായി ആരും അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ പാടില്ല. ഇത് കർശനമായി വിലക്കിയിരിക്കുകയാണ് UAE. ഡ്രോൺ ആക്രമണങ്ങളും മറ്റു വീഡിയോയും പകർത്തുകയും ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിരവധി ആളുകളാണ് ഇത് കണ്ട് ആശങ്കപ്പെടുന്നത്. കൂടാതെ ഇത് ഏതെങ്കിലും ഒരു മേഖലയിൽ നടന്നതാണെങ്കിലും UAE മുഴുവൻ ഇതേ അവസ്ഥയാണ് തുടരുന്നത് എന്ന് കരുതി നാട്ടിലുള്ള നമ്മുടെ കുടുംബങ്ങളും ആശങ്കയിലാവും. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇത്തരത്തിൽ നിരവധി ആളുകൾ കൗതുകം കൊണ്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനോ വേണ്ടി പുറത്തിറങ്ങി വീഡിയോ എടുക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഇത് നിങ്ങളുടെ ജീവന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും അപകടം നടക്കുമ്പോൾ അത് നോക്കി നിൽക്കുകയോ ഷൂട്ട് ചെയ്യുകയോ ചെയ്യാൻ പാടുള്ളതല്ല. പകരം ആദ്യം സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുതന്നെയാണ് ഇപ്പോൾ UAE നൽകുന്ന മുന്നറിയിപ്പിലും പറയുന്നത്. ഇതിനു പുറമെ ഓൾ ക്ലിയർ എന്ന ഔദ്യോഗിക അറിയിപ്പ് വരും വരെ സുരക്ഷിത സ്ഥാനത്ത് തന്നെ തുടരുക. നമ്മൾ ഓരോരുത്തരും കാണിക്കുന്ന ജാഗ്രതയാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷ. സംഘർഷം തുടങ്ങി ആദ്യ ദിനം തന്നെ ദുബായ് പോലീസ് ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നെങ്കിലും ആരും തന്നെ ഇത് പാലിച്ചില്ലെന്നും വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനിയും ഇത് ആവർത്തിച്ചാൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നും അതോറിറ്റി പ്രത്യേകം പറഞ്ഞു വെക്കുന്നുണ്ട്. സ്കൂൾ പഠനവും ജോലിയും ഓൺലൈനിലേക്ക് മാറിയതോടെ പുറത്തിറങ്ങേണ്ട ആവശ്യം കുറഞ്ഞിരിക്കുകയാണ്. അതിനാൽ എല്ലാവരും പരമാവധി വീടുകളിൽ തന്നെ കഴിയാൻ ശ്രമിക്കണം. ഒപ്പം ജനാലകളിൽ നിന്നും ഗ്ലാസ് വാതിലുകളിൽ നിന്നും എപ്പോഴും അകന്നു നിൽക്കുകയും വേണം. പൊട്ടിത്തെറികളോ മറ്റോ ഉണ്ടായാൽ ഗ്ലാസ് ചില്ലുകൾ തകർന്ന് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പുറത്തുനിന്ന് ശബ്ദം കേട്ടാൽ വീടിന്റെ ഉൾവശത്തേക്കുള്ള ഒരു മുറിയിലേക്കോ കോണിപ്പടികൾക്ക് താഴെയുള്ള ഭാഗത്തേക്കോ മാറുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഇനി വാഹനം ഓടിക്കുന്നതിനിടയിൽ എന്തെങ്കിലും കണ്ടാൽ തന്നെ പെട്ടെന്ന് വാഹനം റോഡിൽ നിർത്തി വീഡിയോ എടുക്കാൻ നിൽക്കരുത്. ഇത് ട്രാഫിക് തടസ്സപ്പെടുത്തുകയും ഒപ്പം അപകടങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യും. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തോ അല്ലെങ്കിൽ അടുത്തുള്ള സുരക്ഷിതമായ കെട്ടിടത്തിലേക്കോ മാറേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ആക്രമണത്തിന്റെ വീഡിയോ എടുക്കാൻ നിന്നാൽ കനത്ത പിഴയും ശിക്ഷയും ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കും. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നു. ഇറാൻ പ്രത്യാക്രമണം എന്നോളം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉള്ള UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ GCC രാജ്യങ്ങളിലേക്ക് തിരിച്ച് ആക്രമിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമ്മൾ പറയാറുണ്ട്, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുമ്പോഴും ലോകത്തിന്റെ പല ഭാഗത്തും യുദ്ധം നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇപ്പോഴത്തെ അവസ്ഥ വൈകാതെ മാറിയെത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ലോകത്തിന് എന്നും ആവശ്യം സമാധാനം മാത്രമാണ്. ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പല നിയമങ്ങളും കർശനമാക്കും. ചില കാര്യങ്ങൾക്ക് അധികാരികൾ നിരോധനമൊക്കെ കൊണ്ടുവരും. അത് ആ രാജ്യത്തിന്റെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമാണ്. അത്തരത്തിലൊരു നിർദ്ദേശവും നിരോധനവും ഒക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ. അപ്പോൾ അനാവശ്യമായിട്ട് ഇത്തരത്തിൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളോ വീഡിയോയോ ഒന്നും എടുത്ത് പ്രചരിപ്പിക്കാതിരിക്കുക. അത് നിങ്ങളുടെ സുരക്ഷിതത്വത്തെയും ബാധിക്കും. ഒപ്പം തന്നെ മറ്റ് ശിക്ഷകളിലേക്കും അധികൃതർ കടക്കുകയും ചെയ്യും.